ഇന്ന് നമ്മുടെ ഡയറ്റ് പ്ലാനിൻ്റെ 4ാമത്തെ ദിവസമാണ്. 4ാമത്തെ ദിവസം എന്തൊക്കെ കഴിക്കാമെന്ന് നോക്കാം നമുക്ക്. ഇന്ന് നമുക്ക് ഗ്രീൻ ടീ കഴിക്കൽ നിർബന്ധമില്ല കേട്ടോ. ഇന്ന് നമുക്ക് ഏത്തപ്പഴവും പാലും കഴിക്കേണ്ട ദിവസമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഏത്തപ്പഴത്തിന് നേന്ത്രപ്പഴം എന്നാണ് പറയല്. ഈ ഒരു പഴം മാത്രമേ ഇന്ന് കഴിക്കാൻ പാടുള്ളൂ. റോബസ്റ്റ് പഴം, അതുപോലെ പൂവന്, പാളയംകോടൻ പഴം, അങ്ങനത്തെ പഴങ്ങളൊന്നും പാടില്ല. ഏത്തപ്പഴം മാത്രം, അതായത് നേന്ത്രപ്പഴം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ പഴം ഐറ്റംസിൽ കേട്ടോ. അപ്പോൾ അത് നമുക്ക് വിശക്കാത്ത അളവിൽ ഒരു 8 വരെ കഴിക്കാൻ പറ്റും. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് 2 കഴിക്കാം, പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിൽ 2 കഴിക്കാം, വൈകുന്നേരം ഒരെണ്ണം കഴിക്കാം, പിന്നെ ഈ രാത്രിയിൽ വേണമെങ്കിൽ ഡിന്നറായിട്ടും 2 കഴിക്കാം. 2 വരെ കഴിക്കാൻ പറ്റും. അങ്ങനെ ഒരു ദിവസം ഏറി വന്നാൽ ഒരു 8 വരെ കഴിക്കാം, അതിൽ കൂടുതൽ പാടില്ല കേട്ടോ. അപ്പോൾ അതേപോലെ പാല് 3 ഗ്ലാസ് പാലാണ്. രാവിലെ 1 ഗ്ലാസ്, ഉച്ചയ്ക്ക് 1 ഗ്ലാസ്, വൈകുന്നേരം 1 ഗ്ലാസ്. അതായത് ഒരു 600 ml വരെ പാല് കുടിക്കാം. അതായത് 1 ഗ്ലാസ് പറഞ്ഞാൽ 200 ml ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ 600 ml വരെ പാലും കുടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ 3 നേരമായിട്ട് 200 ml വെച്ചിട്ട് കുടിച്ചാൽ മതി കേട്ടോ. പിന്നെ പഴമല്ലാത്ത വേറെ ഒരു ഫ്രൂട്ട്സ് ഇന്ന് കഴിക്കാൻ പാടില്ല. പഴം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അതിൽ പഴത്തിൽ ഏത്തപ്പഴം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഇനി വേണമെങ്കിൽ ഒരു കക്കരിക്കയും സവാളയും ഇട്ടിട്ട് നമുക്ക് സാലഡ് വേണമെങ്കിൽ കഴിക്കാൻ പറ്റും. വേറെ ഒന്നും പാടില്ല. പിന്നെ ക്ഷീണം ഉണ്ടെങ്കിൽ ഉപ്പിട്ട നാരങ്ങാ വെള്ളം കുടിക്കാം. അതുപോലെ സൂപ്പും കഴിക്കാൻ പറ്റും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി കഴിക്കുന്ന കാര്യം മറക്കണ്ട. മഞ്ഞൾപ്പൊടി ഡെയിലി 1 സ്പൂൺ കഴിച്ചിരിക്കണം എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ അത് ഈ പാലിൽ വൈകുന്നേരം കഴിക്കുമ്പോൾ ആ പാലിൽ കലർത്തിയിട്ട് കഴിച്ചാലും മതി കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ പാലിൽ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ കാണിച്ചല്ലോ, അതിങ്ങനെ മാവ് ഉരുട്ടിയിട്ട് നമുക്ക് ക്യാപ്സൂൾ പോലെ ആക്കിയിട്ട് പാലിൽ വിഴുങ്ങിയാലും മതി. എങ്ങനെയായാലും ഡെയിലി നമുക്ക് 1/2 ഗ്ലാസ് പാലും ഈ മഞ്ഞൾപ്പൊടിയും കൂടി കുടിക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ ഈ ഒരു 600 ml പാല് എന്തായാലും കുടിക്കട്ടോ. അപ്പോൾ ഇനി ഇപ്പം 4ാമത്തെ ദിവസവും കഴിഞ്ഞു. ഇനി നമുക്ക് 5th ഡേ എന്തൊക്കെ കഴിക്കാമെന്ന് നോക്കാം. 5th ഡേ നമുക്ക് ചിക്കൻ കഴിക്കേണ്ട ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് സന്തോഷമൊക്കെ കിട്ടുന്ന ദിവസമാണ്. അപ്പോൾ ചിക്കൻ ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു 250 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എപ്പോഴാണ് കഴിക്കേണ്ടതെന്ന് പറയാം. അപ്പോൾ രാവിലെ നമുക്ക് ഗ്രീൻ ടീയുടെ കൂടെ ഒരു ആപ്പിളാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കേണ്ടത്. ആപ്പിൾ രാവിലെ 1 തന്നെ കഴിക്കാൻ പാടുള്ളൂ. ഉച്ചയ്ക്ക് ലഞ്ചായിട്ട് നമുക്ക് ചിക്കനാണ് ഉണ്ടാക്കുന്നത്. ഞാൻ എങ്ങനെയെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. പിന്നെ നമുക്ക് വിശക്കുന്ന സമയത്തൊക്കെ ഓറഞ്ച് ഐറ്റംസ് ആണ് കഴിക്കേണ്ടത്. ഓറഞ്ചും കഴിക്കാൻ പറ്റും, പുർത്തുക്കാലും കഴിക്കാൻ പറ്റും. പിന്നെ ഇന്ന് 5 ടൊമാറ്റോയാണ് കഴിക്കാനുള്ളത്. 5 തക്കാളി ഇന്ന് നമുക്ക് കഴിക്കാനുള്ള ദിവസമാണ്. 5 തക്കാളി എങ്ങനെയെങ്കിലും നമുക്കിന്ന് കഴിക്കണം. അപ്പോൾ അതൊക്കെ എങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടതെന്ന് ഞാൻ പറയാം. അപ്പോൾ ആദ്യം രാവിലെ ആപ്പിൾ കഴിക്കുക. പിന്നെ നമുക്ക് 10 മണീൻ്റെ സമയത്തൊക്കെ ഉപ്പിട്ട നാരങ്ങാ വെള്ളം, അതുപോലെ ഓറഞ്ച് അങ്ങനെയൊക്കെ കഴിക്കാം. പിന്നെ സൂപ്പ് കഴിക്കാം. ഇനി നമുക്ക് ലഞ്ചായിട്ട് നമ്മൾ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് ഞാൻ മഞ്ചട്ടിയിൽ ഇട്ടിട്ടുണ്ട്. നല്ല കഴുകി വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് ഇട്ടതാണ്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത്രയും സംഭവങ്ങൾ ഇടുക. എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ചൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാല പൗഡറും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിക്കാം. അപ്പോൾ വേവിക്കുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഇന്ന് 5 തക്കാളി നമുക്ക് കഴിക്കാനുള്ളതാണ്. അപ്പോൾ 2 തക്കാളി ഞാൻ ഈ ചിക്കനിലോട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ഇന്ന് കഴിക്കേണ്ട 5 തക്കാളിയിൽ നിന്ന് 2 ചിലവായിട്ടോ. പിന്നെ അതുപോലെ കുറച്ച് ചുവന്നുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഒരു ഇഞ്ചിയുടെ ചെറിയ പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ചിക്കൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് ആദ്യം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിള വരുമ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഓയിലൊന്നും ഒഴിക്കണ്ട. ഇതുപോലെ വെള്ളം വറ്റി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്നാണ് മിക്സ് ചെയ്താൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചിക്കന്, നല്ല ഹെൽത്തിയുമാണ്. ഇനി നിങ്ങൾ നോൺ വെജ് കഴിക്കാത്തവരാണെങ്കിൽ ഈ ഒരു 5ാമത്തെ ദിവസം ചിക്കന് പകരമായിട്ട് മുതിര, ചെറുപയർ, പയറ്, കടല അതുപോലുള്ള ഐറ്റംസ് ഏതെങ്കിലും 250 ഗ്രാം ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ഇതുപോലെ കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് കഴിച്ചാലും മതി. അതിലും കുറച്ച് തക്കാളി ചേർത്തിട്ട് കഴിച്ചാലും മതി കേട്ടോ. എങ്ങനെയെങ്കിലും നമുക്ക് കുറച്ച് പ്രോട്ടീന് കഴിക്കണമെന്ന് മാത്രം. അപ്പോൾ ചിക്കൻ തന്നെ വേണമെന്നില്ല, അതിന് പകരമായിട്ട് ഇതൊക്കെ കഴിക്കാൻ പറ്റും. പിന്നെ ഇനി നമുക്ക് ബാക്കിയുള്ള 3 തക്കാളി ഉണ്ടല്ലോ, അത് നമുക്ക് കട്ട് ചെയ്തിട്ട് കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഡിന്നറായിട്ട് അത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ദിവസം 5th ഡേ കഴിഞ്ഞു. ഇനി നമുക്ക് 6th ഡേ എന്തൊക്കെ കഴിക്കാമെന്ന് നോക്കാം. 6th ഡേ കഴിക്കേണ്ടത് നമുക്ക് മീറ്റാണ്.
അപ്പോൾ ഇന്ന് നമുക്ക് മട്ടനോ ബീഫോ ആണ് കഴിക്കേണ്ടത്. മട്ടൻ കിട്ടണമെങ്കിൽ മട്ടൻ കഴിക്കുക, മട്ടൻ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ബീഫ് കഴിക്കുക. ഈ മട്ടനും ബീഫും കഴിക്കാത്തവരാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ മുതിര, ചെറുപയർ, പയറ്, കടല, പിന്നെ അങ്ങനെ അതിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് 250 ഗ്രാം എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇന്ന് 250 ഗ്രാം തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ കഴുകിയിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ അതുപോലെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം കുക്കറിൽ വെച്ചിട്ട് 4 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാനിത് വെള്ളം വറ്റിച്ചിട്ടുണ്ട്. വെള്ളം വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് ക്രഷ് ചെയ്ത മുളകും കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. വെള്ളം നല്ലപോലെ വറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓയിൽ ഒരു തുള്ളി ചേർക്കാൻ പാടില്ല. ഇതുപോലെ ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഒന്നോ രണ്ടോ സവാള, മീഡിയം സൈസ് സവാളയാണെങ്കിൽ 1 മതി, ചെറുതാണെങ്കിൽ 2 സവാള കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാള ഒരു പകുതി വഴന്ന് വന്നാൽ മതി, ഓവറായിട്ട് വാട്ടണ്ട. പകുതി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വിളമ്പാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്ന് ലഞ്ചായിട്ട് കഴിക്കേണ്ടത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ നമുക്ക് ഇന്ന് കഴിക്കാനുള്ളത് ആപ്പിളും ഓറഞ്ചും ഒക്കെയാണ്. രാവിലെ ആപ്പിൾ കഴിക്കാം, ഗ്രീൻ ടീ കഴിക്കാം. ഉച്ചക്കാണ് ഈ ഒരു ബീഫ് കഴിക്കേണ്ടത്. പിന്നെ നമുക്ക് വിശക്കുന്ന സമയത്തൊക്കെ ഓറഞ്ച് ഐറ്റംസ് കഴിക്കാൻ പറ്റും. ബുർത്തുക്കാലായിട്ടും ഓറഞ്ചായിട്ടും അതുപോലെ ഗ്രീൻ ആപ്പിൾ ഉണ്ടെങ്കിൽ അതും കഴിക്കാൻ പറ്റും. മുന്തിരിയൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. വേറെയുള്ള ഐറ്റംസുകളൊന്നും പാടില്ല കേട്ടോ. പിന്നെ അതുപോലെ മഞ്ഞൾപ്പാലും അതുപോലെ തന്നെ നമ്മൾ നാരങ്ങാ വെള്ളവും സൂപ്പൊക്കെ ഡെയിലി കഴിക്കുന്ന പോലെ തന്നെ കഴിക്കാൻ പറ്റും. ഇനി നമുക്ക് 7ാമത്തെ ദിവസത്തെ ഡയറ്റാണ് ഇനി ഞാൻ പറയുന്നത്. 7ാമത്തെ ദിവസം നമുക്ക് കുറച്ച് അരിയാഹാരം കഴിക്കാം കേട്ടോ. അരിയാഹാരത്തിൽ ഏറ്റവും നല്ലത് അവിലാണ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് അവിലാണ് കേട്ടോ. അപ്പോൾ ഈ അവിൽ നമുക്ക് ഗ്രീൻ ടീയുടെ കൂടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റും. ഇനിയിപ്പോൾ അവിൻ്റെ കൂടെ കട്ടൻ ചായ കുടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇന്ന് ഗ്രീൻ ടീ ഒഴിവാക്കിയിട്ട് കട്ടൻ ചായ മധുരം ഇടാതെ കുടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ദിവസം മാത്രം കട്ടൻ ചായ കുടിക്കാം, ഗ്രീൻ ടീ ഒഴിവാക്കിയിട്ട്. അതല്ല കട്ടൻ ചായ ഇഷ്ടമില്ല, ഗ്രീൻ ടീ തന്നെ മതി എന്നുണ്ടെങ്കിൽ ഗ്രീൻ ടീ തന്നെ കുടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് വയറ് നിറച്ചിട്ട് അവിലും കട്ടൻ ചായയും കുടിക്കാം. പിന്നെ അതുപോലെ ഇന്ന് ഡിന്നറിനുള്ളത് ഓട്സാണ് കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓട്സും 2 ടേബിൾ സ്പൂൺ ചെറുകണ, അതായത് ഫ്ലാക്സ് സീഡ്, ഇതും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് 1/4 കപ്പ് പാലും 3/4 കപ്പ് വെള്ളം കൂടി തിളപ്പിച്ചിട്ട് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വേവിച്ചിട്ട് കുറുക്ക് രൂപത്തിൽ കഴിക്കണം എന്നുണ്ടെങ്കിൽ കുറുക്കിയിട്ട് കഴിക്കാം. അതല്ല കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് പായസം പോലെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. വെള്ളമായിട്ട് കുടിക്കുകയാണെങ്കിൽ, പായസത്തിൻ്റെ രൂപത്തിൽ കുടിക്കുകയാണെങ്കിൽ അങ്ങനെയും കുടിക്കാൻ പറ്റും. എങ്ങനെയായാലും ഡിന്നറായിട്ട് അതും കഴിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അവലും കഴിക്കാം. ഇന്നിപ്പോൾ ലഞ്ചിനുള്ളത് ഫ്രൂട്ട്സാണ് കേട്ടോ. ഇന്ന് വെജിറ്റബിൾസ് ഒന്നും കഴിക്കേണ്ടതില്ല. ഇന്ന് നമുക്ക് ഓറഞ്ച്, ആപ്പിളൊക്കെ കഴിക്കാവുന്നതാണ്. വേറെയുള്ള ഫ്രൂട്ട്സുകളൊന്നും കഴിക്കാൻ പറ്റില്ല. മാങ്ങ, ചക്ക അങ്ങനത്തെ ഐറ്റംസ് ഒന്നും പറ്റില്ല കേട്ടോ. പിന്നെ അതുപോലെ പപ്പായ ഒന്നും പറ്റില്ല. ഈ ഒരു ഓറഞ്ച്, ആപ്പിൾ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. പിന്നെ വേണമെങ്കിൽ മുന്തിരിയൂടി കഴിക്കാൻ പറ്റും. വേറെ ഒരു ഫ്രൂട്ട്സും ഇന്ന് കഴിക്കാൻ പറ്റില്ല. കൂടുതലായിട്ട് ഈ ഓറഞ്ച് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് നല്ലത്. പിന്നെ ആപ്പിൾ ആണെങ്കിൽ 1-2 കഴിക്കാം. ഗ്രീൻ ആപ്പിൾ കിട്ടുകയാണെങ്കിൽ അതാണ് ആപ്പിളിലെ ഏറ്റവും നല്ലത്. അപ്പോൾ 7ാമത്തെ ദിവസം ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമുക്ക് ക്ഷീണം വരുന്നതിനനുസരിച്ച് നാരങ്ങാ വെള്ളം ഉപ്പിട്ട് കുടിക്കാം, സൂപ്പ് കഴിക്കാം. പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടി കുറച്ച് പാലെടുത്തിട്ട് അതിൽ കലക്കിയിട്ട് കുടിക്കുകയോ അതുപോലെ നമ്മൾ പിന്നെ മാവായിട്ട് ഉരുട്ടിയിട്ട് വിഴുങ്ങുകയോ ചെയ്യാം. എന്തായാലും അര ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ഒരു ദിവസം കഴിച്ചിരിക്കണമല്ലോ. അപ്പോൾ ഈ 7 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഡേ എന്താണ് നമ്മൾ കഴിച്ചത്, നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. 7ാമത്തെ ദിവസം കഴിഞ്ഞാൽ 8ാമത്തെ ദിവസം നമ്മൾ ഫസ്റ്റ് ഡേ ചെയ്ത ഡയറ്റാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു 4 ആഴ്ച, അതായത് 1 മാസം ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമുക്ക് മിനിമം ഒരു 6 കിലോ മുതൽ 10 കിലോ വരെ കുറയും കേട്ടോ. ചില ആളുകൾ വലിയ വെയിറ്റുള്ള ആളുകളൊക്കെ ആണെങ്കിൽ 10 കിലോ വരെ കുറയും. വെയിറ്റ് അധികം കുറയേണ്ടാത്ത ആളുകളൊക്കെ ആണെങ്കിൽ 5 കിലോ വരെ കുറയും കേട്ടോ. കാരണം എന്താ വെച്ചാൽ വെയിറ്റ് കൂടുതലുള്ളതിനനുസരിച്ചാണ് കൂടുതൽ കുറയുക. കുറവുള്ള ആൾക്കാർ കുറയുമ്പോൾ കുറച്ച് ഒരു അളവ് കുറയും കേട്ടോ. അവർക്ക് കുറച്ച് കൂടുതൽ ടൈം എടുക്കേണ്ടി വരും. എന്തായാലും ഏകദേശം നമുക്കൊരു 3 മാസം ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 20 കിലോ വരെ കുറയും കേട്ടോ. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാവരും ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്തതിന് ശേഷം കമൻറ്റ് ചെയ്യുക.
പിന്നെ ഇഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ.